വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി യൂട്യൂബിലൊരു വീഡിയോ ചെയ്തിട്ട്. സോ ഇന്ന് വന്നിട്ടൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഇതിപ്പോൾ മെയിൻലി ഡെഡിക്കേറ്റഡ് ടു പ്ലാൻ ലവേഴ്സാണ്. സോ ഗാർഡനിങ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. സോ ഞാനിന്ന് കുറച്ച് പ്ലാന്റ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മെയിൻലി ബോഗൻവില്ലയാണ്. സോ ഇപ്പോൾ കുറേ കളറിൽ നമുക്ക് ബോഗൻവില്ല പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ ആണെന്നുള്ളത്, ഞാൻ ഏതൊക്കെയാണ് വാങ്ങാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് കണ്ടോ ഗൈസ്, നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് റോഡ് കോൺക്രീറ്റ് ചെയ്തു ഗൈസ്. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എത്തിച്ചേർന്നു. ഈ കാണുന്നത് വൈക്കം തലയോലപ്പറമ്പ് റോഡാണ്. ഇവിടെയായിട്ടാണ് വല്ലകം എന്ന് പറഞ്ഞ ഭാഗത്തായിട്ടാണ് ഈ ഒരു പ്ലാനറ്റ് എന്ന് പറയുന്ന ഈ ഒരു നഴ്സറി വരുന്നത്. സത്യം പറഞ്ഞാൽ വൈക്കം റൂട്ടിൽ ഇഷ്ടംപോലെ നഴ്സറീസ് ഉണ്ടെങ്കിൽ പോലും ഞാൻ കണ്ടതിൽ അവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് ഇവിടെയായിരുന്നു. നട്ടുച്ചയ്ക്ക് പോയതിൻ്റേതായിട്ടുള്ള വെയിലും കാര്യങ്ങളും നല്ലപോലെ ഉണ്ടായിരുന്നു. അത് കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഇലച്ചെടികളുടെ ഏരിയയാണ്. സോ അവിടെ നല്ല തണുപ്പായിരുന്നു. ഗ്രീൻ ഹൗസ് പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ. പിന്നെ ഇത് മുഴുവൻ ഇലച്ചെടികളുടെയാണ്. ഇതിൽ തന്നെ നമ്മൾ നേരത്തെ നിങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടിട്ടുണ്ടാവും അഗ്ലോണിമ പ്ലാന്റ്, അതുപോലെ കാക്ടസിൽ വരുന്ന പ്ലാന്റ്സ്, അതെല്ലാം കുറേ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന പ്ലാന്റൊക്കെയാണ്. അപ്പം അങ്ങനെ ഈ ഒരു സെക്ഷൻ ഫുള്ള് എന്താണ് ഇലച്ചെടികളാണ്. പിന്നെ അവിടെ ഒരു ഹൈബ്രിഡ് ദൂരെ ഉണ്ടായിരുന്നു. കണ്ടോ, ഇതൊക്കെ അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇതിൽ പലതിൻ്റെയും പേരൊന്നും പോലും അറിയത്തില്ല. പക്ഷേ കുറേയൊക്കെ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. കാരണം അമ്മയുടെ കളക്ഷൻസിൽ വരുന്ന കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അമ്മയും അവിടുത്തെ ചേട്ടൻ അടിപൊളിയാണ് കേട്ടോ. കാരണം എന്നു വെച്ചാൽ പുള്ളി ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് പുള്ളിക്ക് ചെടികളെപ്പറ്റി നല്ല രീതിക്കറിയാം. കണ്ടോ, ഈ ചെടിയൊക്കെ കാണാൻ എന്ത് രസമാണെന്ന് നോക്കി. ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് പ്ലാന്റ് ആണ്. അതിലിങ്ങനെ നല്ല ഭംഗിയുള്ളത് നമ്മുടെ പണ്ട് കാലത്തുള്ള ചെത്തിപ്പൂ, പണ്ടല്ല ഇപ്പോഴും ഉണ്ട്, എന്നാലും ആ ഒരു ചെത്തിപ്പൂവിൻ്റെ പോലത്തെ ആ ഒരു ഇതിൽ പെട്ടിട്ടുള്ള ഫ്ലവറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഏരിയ വരുമ്പോഴത്തേക്കും ഇങ്ങോട്ടാണ് ഫ്ലവറുള്ള ചെടികളുടെ സെക്ഷൻ വരുന്നത്. അപ്പം ഞാൻ എന്തൊക്കെ വാങ്ങിയെന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിക്കാം, അല്ലെങ്കിൽ പിന്നെ അത് ഭയങ്കര ഇതായിപ്പോവും. കണ്ടോ, കുറേ നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആവണമെന്നറിയില്ല. ഇത് മുഴുവൻ പ്ലാന്റ്സ് ആണ്. അതിൽ ഫ്ലവർ ഉള്ളതുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇതാ കണ്ടോ റോസസിൻ്റെ സെക്ഷൻ വരുമ്പോഴത്തേക്കും ആണെങ്കിലും നല്ല തിക്കായിട്ടുള്ള ഇതിലുള്ള ടൈപ്പ് റോസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഞാൻ എല്ലാം എൻ്റെ വണ്ടിയിൽ ചേട്ടൻ കയറ്റി തന്നു. വീട്ടിലോട്ട് പോന്നു.
ഗൈസ് അങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വീട്ടിലെത്തി. ഞാൻ വാങ്ങിയത് ഇത്രയും പ്ലാന്റ്സ് ആയിരുന്നു. അതിപ്പോൾ ഇതൊക്കെയാണെന്ന് ഓരോന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, മെലസ്റ്റോമയുടെ 2 ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഇവിടെ ഒരു വയലറ്റ് കളർ ഇവിടെ ഉണ്ട് അമ്മയുടെ അടുത്ത്. ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഈ ഒരു പിങ്ക് ആ ഒരു ഷെയ്ഡാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഈ കളറിൻ്റെ പ്രൈസ് വന്നിരുന്നത് 120 റുപ്പീസായിരുന്നു. നെക്സ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതാണ്. ഇത് മെലസ്റ്റോമയുടെ മെലസ്റ്റോമ വൈറ്റ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് അതിന് കുറച്ചുകൂടി പ്രൈസ് കുറവാണ്. അതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 80 റുപ്പീസാണ്. ഇതിലിപ്പോൾ ഫ്ലവർ ഇല്ല, പക്ഷെ മുട്ടൊക്കെ ഇട്ടിട്ടുള്ളതാണ്. സോ ഈ ഒരു പ്ലാന്റ് ആണ് വേണ്ടി ഇതിൻ്റെ പ്രൈസ് വന്നത് 80 റുപ്പീസാണ്. ഞാൻ നേരത്തെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്ന സാധനം എന്ന് ബൊഗേൻവില്ലയാണ്. ബൊഗേൻവില്ലയുടെ 2 ഷെയ്ഡ്, അത് വിത്ത് പോട്ടാണ് വരുന്നത്. കണ്ടോ, ഇപ്പോൾ അവിടെ നിന്ന് ആകെ പരിവായത്. അതുകൂടാണ്ട് ഇത് വരുന്ന വഴിക്ക് വണ്ടിയിൽ നിന്ന് മറിഞ്ഞു പോവുകയും കൂടി ചെയ്തു. അതാണ് ചെറിയൊരു വാടൽ എന്ന് പറയുന്നത്. ബൊഗേൻവില്ലയിൽ ട്യൂണ വൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത് വരുന്നത്. കണ്ടോ, ഈ ഒരു ഷെയ്ഡിന് പറയണത് ട്യൂണ വൈറ്റ് എന്നാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 210 രൂപയാണ്. വിത്ത് ഈ പോട്ടോട് കൂടി വരുന്ന ഈ ഒരു ടോട്ടൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 210 ആണ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതാ ഈ ഒരു ഷെയ്ഡ് കണ്ടോ. ഈ ഷെയ്ഡിന് പറയണത് ഫയർ ഓപ്പൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. ഞാനവിടെ കിടന്ന് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പറയണ്ടായിരുന്നു ഓറഞ്ച് അല്ല, അത് തന്നെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷെയ്ഡാണ്. കണ്ടോ, ഇത് അത്യാവശ്യം വലിയ പോട്ടും പ്ലാന്റുമാണ്. ഇത് കുറച്ച് പ്രൈസ് ഉണ്ടായിരുന്നു. ഇതിന് 360 റുപ്പീസാണ്. ഫയർ ഓപ്പൽ അതാണ് ഈ പ്ലാന്റിൻ്റെ ഷെയ്ഡിൻ്റെ പേരുമാണ്. എല്ലാം ബൊഗൻവില്ലയാണ്. ഇതെല്ലാം ഹൈബ്രിഡ് ആണ്, അതുകൊണ്ട് തന്നെ മുള്ളുണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ പക്ഷേ മുള്ളുണ്ട് കേട്ടോ, പക്ഷേ മറ്റേ ട്യൂണ വൈറ്റിൽ മുള്ളില്ല. അപ്പോൾ 360 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ്. പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വിങ്കാറോസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ശവനാറിപ്പൂ എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കാട് പോലെ വളരും. അതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് കാണിച്ചില്ല, ഇതാണ് അതെന്ന് പറയുന്നത്. കണ്ടോ, ഈ ഒരു ഫ്ലവർ തന്നെ. ഇതിൻ്റെ ഒരു 6 ഷെയ്ഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഒന്ന് പിങ്ക്, റോസ്, റെഡ്, വൈറ്റ്, പിന്നെ ഒരു കളറ് പിങ്ക് തന്നെ, ഒരു ലാവൻഡർ ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡാണ് വിങ്ക പ്ലാന്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് പെർ പ്ലാന്റിന് റേറ്റ് വരുന്നത് 40 റുപ്പീസാണ്. അതായത് ഈ ഒരു ഫുൾ ഇതിന് പ്രൈസ് വന്നിരുന്നത് 40 റുപ്പീസാണ്. അങ്ങനെ അതൊരെണ്ണം, അത് 6 ഷെയ്ഡ് വാങ്ങിയിട്ടുണ്ട്. PAP എന്ന് പറഞ്ഞിട്ടുള്ളൊരു വളമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതുണ്ട്. ഇതിങ്ങനെ ഉണ്ട പോലേക്ക്. ഇപ്പോൾ ഇതിലൊരു 3 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടിയിൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് അടിപൊളിയാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി. പിന്നെ നമ്മുടെ കൊക്കോ പീറ്റ് ഉണ്ട്. ഈ ഒരു 1 kgയുടെ പാക്കിന് വരുന്നത് 40 റുപ്പീസാണ്. 24 മാസത്തേക്ക് ആണ് ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇതും വാങ്ങി. അപ്പോൾ ടോട്ടൽ 1140 രൂപയായി ഇത്രയും ഐറ്റംസിനെല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം ലക്ഷ്മി.